Hi my dear students, welcome to Exam Point. So, ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ കേരളം എന്ന വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണല്ലോ അല്ലേ? അതുപോലെ തന്നെ ഇന്ത്യ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ശരിയാണല്ലോ? ഓക്കെ, അപ്പം ഇന്ത്യ എന്ന് പറയുന്ന ആ വലിയ രാജ്യത്തിലെ ഒരു കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. റൈറ്റ്, എല്ലാവർക്കും അത് മനസ്സിലാവും അല്ലേ? ഇപ്പം നമ്മൾ ന്യൂസിലാണെങ്കിലും ടി വിയിലാണെങ്കിലും ഒക്കെ ഒത്തിരി വാർത്തകളൊക്കെ കാണുന്നവരാണ് നിങ്ങളെല്ലാവരും, ശരിയല്ലേ? അപ്പം നിങ്ങൾക്ക് കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. റൈറ്റ്, ഓക്കെ. അപ്പം നമ്മൾ കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പോവാം നമുക്ക്. സോ കേരളത്തിൻ്റെ ഹിസ്റ്ററി പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ കേരളം നമുക്കറിയാം അല്ലേ? 14 ജില്ലകൾ. എത്ര ജില്ലകളാണ്? 14 ജില്ലകളുണ്ട് നമ്മുടെ കേരളത്തിൽ, ശരിയല്ലേ? സോ പക്ഷേ ഇന്ന് കാണുന്ന ഒരു കേരളമായിരുന്നില്ല ആദ്യം അത് ഡെവലപ്പ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നത്. നമുക്കറിയാം 1956 നവംബർ 1 നമ്മളെ കേരള പിറവിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു, ശരിയല്ലേ? സോ അതിനുശേഷം ആദ്യ കാലഘട്ട കേരളം പോലെയല്ല പിന്നീട് മധ്യകാലമൊക്കെ ആയപ്പോൾ വന്നപ്പോൾ, ശരിയല്ലേ? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം അതിലും ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാം, ശരിയല്ലേ? അപ്പോൾ ഈ മധ്യകാലഘട്ടത്തിലെ കേരളം എങ്ങനെയായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടന്നിരുന്നത്, ഓക്കെ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ യാത്ര തുടങ്ങാം. ഓക്കെ, സോ മിഡീവൽ കേരള അഥവാ മധ്യകാല കേരളം. Medieval Kerala had a hierarchical society because the Naduvaris and Brahmins were at the top of the ladders, followed by Uralas and Karalas. ഓക്കെ, അപ്പം നമ്മളുടെ മിഡീവൽ കേരളയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു ഹൈറാർക്കിയൽ സിസ്റ്റം ഉണ്ടായിരുന്നു എന്നാണ് പറയാം. ഹൈറാർക്കി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു എന്താ പറയുക, മേലെ തട്ടിൽ കുറേ ആളുകൾ ഉണ്ടായിരിക്കും, അവരുടെ താഴെ വരുന്നവരുണ്ട്, ഏറ്റവും താഴ്ത്തട്ടിലുള്ള സാധാരണക്കാരല്ലേ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ചെയിൻ പോലെ താഴോട്ട് വരികയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹൈറാർക്കി എന്ന് നമ്മൾ പറയാം. റൈറ്റ്, സോ അങ്ങനെ ഒരു ഹൈറാർക്കിയൽ സിസ്റ്റം ആ ഒരു സമയത്ത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും മേൽത്തട്ടിൽ വരുന്നവർ നാടുവാഴികൾ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? ആരാണ് ഈ നാടുവാഴികൾ? ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ? ആരാണ്? നാട്, ഓരോരോ പ്രദേശങ്ങളൊക്കെ ഭരിക്കുന്ന റൂളേഴ്സാണ് ഈ നാടുവാഴികൾ എന്നൊക്കെ പറയാം. അപ്പം നാടുവാഴികളും അതുപോലെ തന്നെ ബ്രാഹ്മിൻസ് നിങ്ങൾക്ക് അറിയാം അല്ലേ? റിലീജിയൻ ആ ഒരു വെച്ചിട്ട് അവരെ ഏറ്റവും മേൽത്തട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ ബ്രാഹ്മിൻസൊക്കെ. അപ്പോൾ ഇവരൊക്കെയാണ് ഈ ലാഡറിൻ്റെ ഏറ്റവും മുകളിൽ തട്ടിൽ വരുന്ന ആളുകൾ. ഓക്കെ, ഏറ്റവും താഴ്ത്തട്ടിൽ സാധാരണക്കാരാന്ന് പറഞ്ഞല്ലോ അല്ലേ? അങ്ങനെയുള്ള ആളുകളാണ് കാരാളേഴ്സും അതുപോലെ തന്നെ ഊരാളേഴ്സും ഒക്കെ. ഓക്കെ, ആൻഡ് ദി ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഹിസ്റ്ററി ഓഫ് മിഡീവൽ കേരള ബിറ്റ്വീൻ ദി 9th and 18th century ഈസ് കോപ്പർ പ്ലേറ്റ്സ്. ഓക്കെ, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കോപ്പർ പ്ലേറ്റ്സ് എന്ന ചെപ്പേടുകൾ എന്നാണ് അതിൻ്റെ മലയാളം വാക്ക്. ഓക്കെ, എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ 9th മുതൽ 18th century വരെയുള്ള മിഡീവൽ കേരള, മധ്യകാല കേരളത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് എന്ത്? കോപ്പർ പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ചെപ്പേടുകൾ. ഇവിടെ മലയാളത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. CE 9ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ. ഓക്കെ, ഇപ്പോൾ മുതലാണ് 9 മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാല കേരളത്തെ പറ്റിയിട്ടുള്ള പ്രധാന അറിവുകളൊക്കെ തരുന്ന രേഖകളാണ് ആര്? ചെപ്പേടുകൾ അഥവാ കോപ്പർ പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, കോപ്പർ പ്ലേറ്റിൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ചെമ്പ് തകിടാണ് ആക്ച്വലി കൊടുത്തിട്ടുള്ളത് അല്ലേ? ഒരു ചെമ്പ് തകിടാണ്, അതിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവുന്നില്ല. റൈറ്റ്, മലയാളം അല്ല, ഇംഗ്ലീഷും അല്ല, വേറൊരു ലാംഗ്വേജ് ആണ്. അതെന്താണ്? ഒരു ഓൾഡ് മലയാളം ലിപി അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻലി വട്ടെഴുത്ത് എന്ന് പറയുന്നൊരു ലാംഗ്വേജ് ആണ് നമുക്ക് കോപ്പർ പ്ലേറ്റ്സിൽ കാണാം. അപ്പോൾ നമുക്കത് റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ അന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തൊക്കെയാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന്. കോപ്പർ പ്ലേറ്റ്സിനെ കുറിച്ച് നമുക്ക് കൂടുതൽ നോക്കാം. കോപ്പർ പ്ലേറ്റ്സ് ദേ ആർ വിത്ത് ഇൻസ്ക്രിപ്ഷൻസ്, ദേ വർ യൂസ്ഡ് ആസ് ഡോക്യുമെൻറ്റ്സ്. ഞാൻ പറഞ്ഞു അല്ലേ, ഡോക്യുമെൻറ്റ്സ് ആണ്, പ്രധാന രേഖകളായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത് ഈ ചെമ്പ് തകിടുകളെ. ആൻഡ് ദി ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഗിവൺ ബൈ ദ ചീഫ് ടീംസ് ടു ടെമ്പിൾ ആൻഡ് ട്രേഡ്സ്മെൻ വെർ മെയിൻലി ബേസ്ഡ് ഓൺ ദിസ് കോപ്പർ പ്ലേറ്റ്സ്. ഓക്കെ, ഇപ്പോൾ വ്യാപാരികളാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിലും അവിടുത്തെ മെയിൻ അധികാരികളൊക്കെ ഉണ്ടാവുമല്ലോ, മേലധികാരികൾ, അവരെയാണ് നമ്മൾ ചീഫ് ടീംസ് എന്ന് പറയാം. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവരുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? ഈ കോപ്പർ പ്ലേറ്റുകളിൽ എഴുതിയിട്ടാണ് അവർ കൊടുക്കുക. ഓക്കെ, സോ അതിന് എക്സാമ്പിൾസ്, ഈ കോപ്പർ പ്ലേറ്റുകൾക്ക് അല്ലെങ്കിൽ ചെപ്പേടുകൾക്ക് എക്സാമ്പിൾസ് ആണ് തെരിസാപ്പള്ളി ചെപ്പേട്, ജൂവിഷ് ചെപ്പേട് അല്ലെങ്കിൽ ജൂവിഷ് കോപ്പർ പ്ലേറ്റ്സ്. എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ദ സ്ക്രിപ്റ്റ് യൂസ്ഡ് ഇൻ കോപ്പർ പ്ലേറ്റ്സ് ഇസ് വട്ടെഴുത്ത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, വട്ടെഴുത്തുന്ന നമുക്ക് മനസ്സിലായില്ലല്ലോ നേരത്തെ ആ ലാംഗ്വേജ് കണ്ടപ്പോൾ അല്ലേ? സോ വട്ടെഴുത്തെന്ന് പറയുന്ന ഒരു പഴയ ഒരു മലയാളം ലിപിയാണ് ഇവരിതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ദി റെക്കോർഡ് ഓഫ് റൈറ്റ്സ് സാങ്ഷൻ ടു 5 വണ്ണം
ഓക്കെ, അഞ്ചുവണ്ണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അന്നത്തെ കാലത്ത് അതായത് മധ്യകാല കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ട്രേഡ് ഗ്രൂപ്പാണ്, ഒരു കച്ചവട ഗ്രൂപ്പ്, ഒരു സംഘമാണ് ഈ അഞ്ചുവണ്ണം എന്ന് പറയുന്നത്. അപ്പം അവർക്ക് കൊടുത്തിട്ടുള്ള അവകാശങ്ങളൊക്കെ സാങ്ഷൻ ചെയ്തിട്ടുള്ള രേഖകളുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൊടുത്തിട്ടുള്ളത് ആ മിഡീവൽ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ഒരു റൂളർ ഉണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പേരാണ് ഭാസ്കര രവി. അപ്പോൾ അദ്ദേഹം മിഡീവൽ കേരള ഭരിക്കുന്ന സമയത്ത് ഈ എന്താ പറയുക അഞ്ചുവണ്ണം എന്ന് പറയുന്ന ഈ ട്രേഡ് ഗ്രൂപ്പിന് കൊടുത്തിട്ടുള്ള അവരുടെ അവകാശങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ കോപ്പർ പ്ലേറ്റ്സിലായിരുന്നു. ഓക്കെ, സോ ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്തിട്ടുള്ള ലിഖിതങ്ങളെയാണ് നമ്മൾ ചെപ്പേടുകൾ എന്ന് പറയുന്നത്. ആ എഴുതിയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസ് ആണ് ചെപ്പേടുകൾ. നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തി കൊടുത്ത അധികാര രേഖകൾ പ്രധാനമായിട്ടും ചെപ്പേടുകളിലായിരുന്നു. തെരിസാപ്പള്ളി ചെപ്പേട്, ജൂത ചെപ്പേട് എക്സാമ്പിൾസ് ആണ് അതിനൊക്കെ. പിന്നെ ചില ചെപ്പേടുകളിൽ നാടുവാഴികളുടെ ഭരണവർഷം കൂടി ചിലപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതായത് ഇപ്പം ഏതൊരു നാടുവാഴിയാണ് ഇന്നൊരു സമയത്ത് ഒരു 5 വർഷം ഭരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഭരണവർഷം ഏത് വർഷമാണ് അദ്ദേഹം ഭരിച്ചിരുന്നത് അത് ചിലപ്പോൾ ഈ ചെപ്പേടുകളിൽ ചിലപ്പോൾ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് ഇന്ന കാലഘട്ടത്തിൽ ആര് ഭരിച്ചിരുന്നു എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചെപ്പേടുകൾ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, വട്ടെഴുത്ത് എന്ന് പറയുന്ന പഴയകാല ലിപിയാണ് ഇതിൽ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു ഓൾറെഡി. മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് നമുക്ക് ഈ ചെപ്പേടുകളിലൊക്കെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഭാസ്കര രവി എന്ന് പറയുന്ന ഒരു റൂളർ ഉണ്ടായിരുന്നു മധ്യകാലഘട്ടത്തിൽ, അല്ലേ? അപ്പം അദ്ദേഹം അഞ്ചുവണ്ണം എന്ന് പറയുന്ന ആ ട്രേഡ് ഗ്രൂപ്പിന് കൊടുത്തിട്ടുള്ള അവകാശങ്ങളൊക്കെ ചെപ്പേടുകളിലായിരുന്നു. അപ്പോൾ അവർ ഈ ഭാസ്കര രവി എന്ന് പറയുന്ന ഈ റൂളർ ഭരിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? മഹോദയപുരം എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അത് ഇപ്പം നമുക്കത് മനസ്സിലാവില്ല, ഏത് സ്ഥലമാണെന്ന് മനസ്സിലാകത്തില്ല. പക്ഷേ എന്താണ്, പണ്ടത്തെ സമയത്ത് അല്ലെങ്കിൽ മധ്യകാല കേരളത്തിൽ മഹോദയപുരം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കൊടുങ്ങല്ലൂർ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? സോ ആ കൊടുങ്ങല്ലൂർ അതിൻ്റെ പരിസര പ്രദേശങ്ങൾ അതൊക്കെയാണ് അന്നത്തെ മഹോദയപുരം എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, ഇനി പെരുമാൾ. ഓക്കെ, കേട്ടിട്ടുണ്ടോ ഈ പേര്? പെരുമാളുകൾ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ ചില സിനിമകളിലും മറ്റൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ എ കിങ്ഡം ബേസ്ഡ് അറ്റ് മഹോദയപുരം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി 9th century. ഓക്കെ, അപ്പം 9th centuryയിൽ മഹോദയപുരം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു അല്ലേ, ആ സ്ഥലം ആസ്ഥാനമാക്കിയിട്ട് ഒരു കിങ്ഡം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദ റൂളേഴ്സ് ഓഫ് ദിസ് കിങ്ഡം വെയർ നോൺ ആസ് വാട്ട്? പെരുമാൾസ്. അപ്പം ആ കിങ്ഡം ഭരിച്ചിരുന്ന അധികാരികൾ, റൂളേഴ്സാണ് പെരുമാൾമാരെന്ന് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, the present Kodungalur and the surrounding areas were known as Mahodevpuram in those days. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, അന്ന് നമ്മൾ മഹോദയപുരം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇന്ന് നമ്മൾ കൊടുങ്ങല്ലൂരായിട്ട് അല്ലേ നമ്മൾ പറയുന്നത്. The Perumals were also known as ചേരാസ് ആൻഡ് ചേരമൻസ്. ചേരമന്മാർ, ചേരാസ് എന്നൊക്കെ ചില വേറെ പേരുകളൊക്കെ ഉണ്ട് ഇവർക്ക്. ആൻഡ് സം ഓഫ് ദീസ് റൂളേഴ്സ് അഡോപ്റ്റഡ് ദി ടൈറ്റിൽ കുലശേഖര. ഓക്കെ, ചില ആളുകൾ കുലശേഖര എന്നുകൂടെ അറിയപ്പെടുന്നു. പെരുമാളുകൾ തന്നെയാണ്, പക്ഷെ പല പല പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പേരുകൾ ഓർത്തിരിക്കുക. കുലശേഖര എന്ന് ആരെയാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാൻ ചിലപ്പോൾ കേട്ടോ. Then the reign of Perumals extended from കോലത്തുനാട് ഇൻ ദി നോർത്ത് അല്ലെ, വടക്ക് കോലത്തുനാട് മുതൽ വേണാട് ഇൻ ദി സൗത്ത്, തെക്ക് വേണാട് വരെയാണ് ഇവരുടെ ഭരണപ്രദേശം എന്നറിയപ്പെട്ടിരുന്നത്. നമുക്ക് നോക്കാം, ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാ കേരളത്തിൻ്റെ ഒരു മാപ്പാണ്. ഇതിൽ പല പ്രദേശങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്കത് വ്യക്തമാവണമെന്നില്ല. ഇപ്പം നമ്മൾ കാണുന്ന പ്രദേശങ്ങളൊന്നുമല്ല ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതാ വടക്ക് ഭാഗത്ത് തുളുനാടുണ്ട്, കോലത്തുനാട്, പിന്നെ കൊങ്ങനാട്, കൊങ്ങല്ലൂർ, കൊടുങ്ങല്ലൂർ, മഹോദയപുരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ പ്രദേശം അത്, പിന്നെ കൊല്ലം, വേണാട്, പാണ്ടിനാട്, അങ്ങനെ പല പല പ്രദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പെരുമാൾമാരുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. സോ അവരുടെ ഭരണപ്രദേശം, അവർ ഭരിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത്, അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എവിടെ മുതലാണ്? വടക്ക് ദാ കോലത്തുനാട് മുതൽ തെക്കോട്ട് വരുമ്പോൾ ഈ വേണാട് വരെയുള്ള പ്രദേശങ്ങളാണ് അവരുടെ ഭരണപ്രദേശങ്ങൾ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇനി the socio-economic features during the reign of Perumals. അതായത് പെരുമാൾമാർ ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അവരുടെ ആ സമയത്ത് അവിടെ നിലനിന്നിരുന്ന ആ പ്രദേശത്തുണ്ടായിരുന്ന ചില സോഷ്യോ എക്കണോമിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹികവും സാമ്പത്തികവുമായ ചില സവിശേഷതകൾ ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, അഗ്രികൾച്ചർ ഫ്ലറിഷ്ഡ് ഇൻ ഏരിയാസ് ക്ലോസ് ടു വാട്ടർ റിസോഴ്സസ്. അതായത് ജലം കൂടുതലുള്ള, വാട്ടറിൻ്റെ അവൈലബിലിറ്റി കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് അഗ്രികൾച്ചർ ചെയ്യുക അല്ല, അതിപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് എന്ത് ചെയ്തു? കൃഷി പോലുള്ള കാര്യങ്ങളൊക്കെ ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി. ദെൻ അടുത്ത പോയിന്റ്, ബ്രാഹ്മിൻസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദെയർ പവർ
ഇൻ അഗ്രികൾച്ചറൽ വില്ലേജസ്. അപ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളുണ്ടല്ലോ, ഗ്രാമങ്ങളൊക്കെ, അപ്പോൾ അവിടെയൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്ന ഗ്രാമങ്ങളിൽ ആരാണ് അവരുടെ അധികാരം കൂടുതൽ കാണിച്ചിരുന്നത്? ആരാണ്? ബ്രാഹ്മിൻസ് ആണ്. ഞാൻ പറഞ്ഞു ബ്രാഹ്മിൻസ് മേലത്തട്ടിലൊക്കെ നിൽക്കുന്നവരാണല്ലോ, അപ്പോൾ അവർക്കാണ് കൂടുതലും എപ്പോഴും എന്ത് വരുന്നത്? അധികാരത്തിൻ്റെ കാര്യങ്ങൾ, ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ തീരുമാനിക്കുന്ന, ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ആരാണ്? ബ്രാഹ്മിൻസ് ആയിരിക്കും എപ്പോഴും. ദെൻ ടെമ്പിൾസ് ഡെവലപ്ഡ് ആസ് സെൻറ്റേഴ്സ് ഓഫ് പവേഴ്സ്. അപ്പം അന്നും എന്താണ്? ക്ഷേത്രങ്ങളുണ്ട്. അപ്പം അന്ന് ക്ഷേത്രങ്ങൾ അധികാരത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ടൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു സമയമാണെന്ന്. ദെൻ ദി ഓണർഷിപ്പ് ഓഫ് ദി ഫാം ലാൻഡ്സ് വാസ് വെസ്റ്റഡ് വിത്ത് ദി ബ്രാഹ്മിൻസ്. അപ്പം ഈ ഫാം ലാൻഡ്സ് ഉണ്ടല്ലോ, കൃഷി ചെയ്യുന്ന ഏരിയാസ്, പ്രദേശങ്ങൾ, അവിടെയൊക്കെ ആർക്കാണ് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടിയിരുന്നത്? ബ്രാഹ്മിൻസിനായിരുന്നു മെയിനായിട്ട്. അവരാണ് അതിൻ്റെ എന്താ പറയുക, ഏറ്റവും മേൽത്തട്ട് നിൽക്കുന്നവർ. അപ്പം ഫാം ലാൻഡ്സ് കൃഷി ചെയ്യുന്നവർ സാധാരണക്കാരാണ്, പക്ഷേ അതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാ വരിക? ബ്രാഹ്മിൻസിന് തന്നെയാണ് വരിക. ഓക്കെ. ദെൻ ആളടിയാഴ്സ് വേർ ദ പീപ്പിൾ ഹു ടോയിൽഡ് ഇൻ ദി സോയിൽ. എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിൽ തന്നെ കൃഷി ചെയ്ത് അല്ലെ ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള സാധാരണക്കാരായ ആളുകളെ അന്ന് എന്താ പറഞ്ഞിരുന്നത്? ആളടിയാഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ പേരുകളൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. ആളടിയാഴ്സ് ആരാണ്? ഊരാളേഴ്സ് ആരാണ്? കാരാളേഴ്സ് ആരാണ്? അതൊക്കെ ചോദിക്കാറുണ്ട്. റൈറ്റ്. ദെൻ നമ്മൾ പറഞ്ഞു നാടുവാഴികളെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു, ശരിയല്ലേ? എന്താണ് നാടുവാഴികൾ? ഒരു പ്രദേശത്തെ ഭരണമൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണ് നാടുവാഴികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഭരിക്കുന്ന ആ പ്രദേശത്തെ നമ്മൾ എന്ത് പറയും? നാടെന്ന് പറയും, ശരിയല്ലേ? അതാണ് കൊടുത്തിട്ടുള്ളത്. ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ് ഡെവലപ്ഡ് ആസ് ദി അഗ്രികൾച്ചർ ബിക്കെയിം വൈഡ് സ്പ്രെഡ്. കൃഷി അല്ലെ വ്യാപിച്ചു വരുന്ന ഒരു ലാർജ് ഏരിയ ഓഫ് ലാൻഡ് ഉണ്ടല്ലോ, അവിടെ ഭരണം എന്താ പറയുക, ആ പ്രദേശം, അതിനെയാണ് നമ്മൾ നാടെന്ന് പറയുന്നത്. ദെൻ ദോസ് ഹു ആർ എസ്റ്റാബ്ലിഷ് ദ പവർ ഓവർ ദി നാഡ്സ്. ആ നാടുകളുടെ അധികാരം എടുക്കുന്നവരാണ് ആര്? നാടുവാഴികൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ടേംസ് ഓർക്കുക. നാട് എന്താണ്? നാടുവാഴികൾ ആരാണ്? ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പെരുമാൾ കാലത്തെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ്? പെരുമാൾമാർ ഭരിച്ചിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ജലലഭ്യതയുള്ള സ്ഥലത്ത് കൂടുതലായിട്ട് കൃഷി സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി, അല്ലേ? ദെൻ അതൊന്നാമത്തെ പോയിന്റ്. കാർഷിക ഗ്രാമങ്ങളിൽ ആരാണ് അധികാരം സ്ഥാപിച്ചത്? ബ്രാഹ്മണരായിരുന്നു കൂടുതലും അധികാരമൊക്കെ സ്ഥാപിച്ചത്. പിന്നെ ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായിട്ട് വികസിച്ചു വന്നു, അല്ലേ? ടെമ്പിൾസ് ഒക്കെ എന്തായിട്ട് മാറി? പവറിൻ്റെ ഒരു കേന്ദ്രങ്ങളായിട്ട് മാറി വന്നു. ദെൻ കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കായിരുന്നു? ബ്രാഹ്മണർക്കായിരുന്നു. റൈറ്റ്. ദെൻ ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചവരെ എന്താ പറഞ്ഞിരുന്നത്? ആളടിയാർമാർ എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ. ആ പേരുകൾ ഓർത്തിരിക്കാം. പിന്നെ ഗ്രാമങ്ങളിൽ കൃഷിക്ക് പുറമെ, കൃഷി മാത്രമല്ല ചെയ്തിരുന്നത്, അതിനു പുറമെ എന്താണ്? വിവിധ തൊഴിൽ കൂട്ടായ്മകളും ഒക്കെ ഉണ്ടായിരുന്നു. പല തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ ഗ്രൂപ്പ്, കൂട്ടായ്മകളൊക്കെ ഉണ്ടായിരുന്നു. കൃഷി വളർന്നതോടെ എന്തുണ്ടായി? നാടുകളൊക്കെ രൂപപ്പെട്ടു. കൃഷി ആ വികസിച്ച് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ ആ വാസ്റ്റ് ഏരിയ എന്തായിട്ട് പ്രഖ്യാപിച്ചു? അവർ ഒരു നാടായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ പല നാടുകളൊക്കെ ഡെവലപ്പ് ആവാൻ തുടങ്ങി. ദെൻ ഈ നാടുകൾ ഭരിച്ചിരുന്ന ആളുകളെയാണ് എന്ത് പറഞ്ഞിരുന്നത്? നാടുവാഴികൾ എന്ന് പറഞ്ഞിരുന്നത്. ഇനിയാണ് വേറൊരു ടേം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്, നാടുവാഴി സ്വരൂപം. ഓക്കെ. സ്വരൂപം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നാടുവാഴി സ്വരൂപം. നാടുവാഴികൾ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലേ? നോക്കാം. സോ 12th century the reign of Perumals that came to an end. The reign of Perumals came to an end. എപ്പോഴാണ്? 12th centuryയിലാണ് ഈ പെരുമാൾമാരുടെ ഭരണം എന്താണ് ഒരു ഏകദേശം ഒന്ന് അവസാനിക്കുന്ന ഒരു സമയമായിട്ട് മാറിയത് 12th centuryയിലായിരുന്നു. അത്രയും നാളവിടെ അവർ ഭരിക്കുമായിരുന്നു. ദെൻ അവരുടെ ഭരണമൊക്കെ അവസാനിക്കുന്ന ആ ഒരു പീരീഡ് ആയി കഴിഞ്ഞപ്പോൾ ദി ലോക്കൽ റൂളേഴ്സ് അണ്ടർ ദി പെരുമാൾസ് ബിഗൻ ടു റൂൾ ദെയർ റെസ്പെക്റ്റീവ് നാഡൂസ് ഇൻഡിപെൻഡൻ്റ്ലി. അല്ലേ? എന്ത് സംഭവിച്ചു? ആ പെരുമാൾമാരുടെ ഭരണം അവസാനിക്കുന്ന ഒരു സമയമായപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ഓരോ റൂളേഴ്സ്, ലോക്കലായിട്ടുള്ള റൂളേഴ്സ് ഉണ്ട്, അല്ലേ? പ്രാദേശികമായിട്ട് ഭരിച്ചിരുന്ന ചില അധികാരികളുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? അവരുടെ കീഴിലുള്ള ചെറിയ നാടുകളെ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഭരിക്കാൻ തുടങ്ങി. സ്വതന്ത്രമായിട്ട്, വേറെ ആരോടും ചോദിക്കാനില്ല, അവർ സ്വതന്ത്രമായിട്ട് അത് ഓരോന്നോരോന്ന് ഭരിക്കാനായിട്ട് തുടങ്ങി. കാരണം പെരുമാൾസിൻ്റെ ആ ഒരു റെയിൻ അവസാനിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ ആരും ചോദിക്കാനില്ല അവരോട്. റൈറ്റ്. ദെൻ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? The reign under the control of a chieftain. ഓക്കെ. അതായത് ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു വലിയൊരു ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ വരുന്ന റീജിയൻസ് മുഴുവൻ ഏരിയാസിനെയുമാണ് നമ്മൾ ഒരു സ്വരൂപമായിട്ട് കണക്കാക്കുക. ഓക്കെ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചീഫ്റ്റെയിൻ അല്ലെങ്കിൽ ഒരു മേലധികാരി ഭരിക്കുന്ന മുഴുവൻ പ്രദേശവും, അല്ലേ? അതിനെ മുഴുവനും കൂടിയിട്ടാണ് നമ്മൾ സ്വരൂപങ്ങൾ എന്ന് പറയുക. സ്വരൂപം. ഓക്കെ. അല്ലെങ്കിൽ ഈ മേലധികാരി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകുടുംബം ഉണ്ടാവും. ആ ജോയിൻ്റ് ഫാമിലിനെയും ചിലപ്പോൾ സ്വരൂപങ്ങൾ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ഓക്കെ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ.
Okay, so the joint family of the chieftain is also known as what? Swarupam. Right. The eldest member of this family became the ruler here. ഓക്കെ, അതായത് ഈ ചീഫ്റ്റൈൻ്റെ ജോയിൻറ്റ് ഫാമിലിയാന്ന് പറഞ്ഞു. ആ ജോയിൻറ്റ് ഫാമിലിയിൽ ഏറ്റവും എൽഡസ്റ്റ്, ഏറ്റവും മുതിർന്ന ആളാണ് അവിടുത്തെ ഭരണാധികാരി അല്ലെങ്കിൽ അവിടുത്തെ റൂളറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? നാടുവാഴി സ്വരൂപങ്ങളുടെ സവിശേഷതകളാണ്, പ്രത്യേകതകളാണ്. ഓക്കെ, അപ്പം എപ്പോഴാണ് നാടുവാഴി സ്വരൂപങ്ങൾ ഉണ്ടായതെന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോൾ എന്ത് പറയാൻ പറ്റും? പെരുമാളിൻ്റെയൊക്കെ ഭരണങ്ങൾ അവസാനിക്കുന്ന ആ ഒരു 12th സെഞ്ച്വറിയൊക്കെ ആയപ്പോൾ ആണ് ഓരോരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഏരിയാസ് ലോക്കൽ റൂളേഴ്സൊക്കെ ഭരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? ഒരു ചീഫ്റ്റൈന് കീഴിലുള്ള എല്ലാ മുഴുവൻ പ്രദേശത്തെയും കൂടിയിട്ടാണ് നമ്മൾ ഒരു സ്വരൂപം എന്ന് പറയാം. അല്ലെങ്കിൽ ആ ചീഫ്റ്റൈനിൻ്റെ ഒരു ജോയിൻറ്റ് ഫാമിലീനെയാണ് നമ്മൾ സ്വരൂപം എന്ന് പറയുക. അപ്പോൾ അതിൽ എൽഡസ്റ്റ് മെമ്പർ ആയിരിക്കും ഭരണമൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന ചില മേജർ സ്വരൂപങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആണ്, സ്വരൂപങ്ങളൊക്കെ ചോദിക്കാറുള്ളതാണ്. 4 സ്വരൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം നമുക്ക്. വേണാട് ഭരിച്ചിരുന്ന തൃപ്പപ്പൂര് സ്വരൂപം. ഓക്കെ, തൃപ്പപ്പൂര് സ്വരൂപം ഇൻ വേണാട്. ദെൻ പെരുമ്പടപ്പ് സ്വരൂപം ഇൻ കൊച്ചി. കൊച്ചിയിലുള്ളൊരു സ്ഥലമാണ്, ഇപ്പോഴും ഉണ്ട് പെരുമ്പടപ്പ് എന്ന് പറയുന്നത്. പിന്നെ നെടിയിരുപ്പ് സ്വരൂപം ഇൻ കോഴിക്കോട്. പിന്നെ കോല സ്വരൂപം ഇൻ ചിറക്കൽ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എന്ത്? സ്വരൂപങ്ങൾ, മേജറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്വരൂപങ്ങൾ ഇത്രയും. ഓക്കെ, അപ്പോൾ വേണാട് ഇതുപോലൊരു ചീഫ്റ്റൈൻ ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന റീജിയൻസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് തൃപ്പപ്പൂര് സ്വരൂപം എന്ന് പറയുക കേട്ടോ. അങ്ങനെ ഒരു 3-4 സ്വരൂപങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നാടുവാഴി സ്വരൂപങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ പറയുവാണ്. 12ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് പെരുമാളിൻ്റെയൊക്കെ ഭരണമൊക്കെ അവസാനിക്കുന്നത്. അതോടെ അവരുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന നാടുവാഴികൾ അതത് നാടുകളിൽ എങ്ങനെ ഭരിച്ചു? സ്വന്തമായിട്ട് ഭരണമൊക്കെ കാഴ്ചവെക്കാൻ തുടങ്ങി. അങ്ങനെ നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങളെയൊക്കെ എന്ത് പറഞ്ഞു? സ്വരൂപങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നാടുവാഴികളുടെ കുടുംബവും സ്വരൂപം എന്ന പേര് തന്നെയാണ്, അതായത് ജോയിൻറ്റ് ഫാമിലി ഉണ്ടല്ലോ, അതും ആ സ്വരൂപം തന്നെയാണ് അറിയപ്പെടുക. കുടുംബത്തിലെ മൂത്ത അംഗമായിരിക്കും ഈ അധികാരമൊക്കെ കൈയാളിയിരുന്നത്. എക്സാമ്പിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. വേണാട് ഭരിച്ചിരുന്ന തൃപ്പപ്പൂര് സ്വരൂപം, പേരുകൾ തെറ്റിക്കരുത്. കൊച്ചി ഭരിച്ചിരുന്ന പെരുമ്പടപ്പ് സ്വരൂപം, കോഴിക്കോട് ഭരിച്ചിരുന്ന നെടിയിരുപ്പ് സ്വരൂപം, ചിറക്കൽ ഭരിച്ചിരുന്ന കോല സ്വരൂപം എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ, നാടുവാഴി സ്വരൂപങ്ങൾ. ഓക്കെ, നമ്മളിനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ട്രേഡിനെ കുറിച്ചാണ്. ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപാരം അല്ലേ. നമ്മൾ പല രീതിയിൽ, ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും കടകളിലൊക്കെ പോവുകയും സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെയാണ് പോകും, നിങ്ങൾ ചിലപ്പോൾ തന്നെയൊക്കെ പോയി കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്, ശരിയല്ലേ. അപ്പം വ്യാപാരം അല്ലെങ്കിൽ ട്രേഡ് എന്ന് പറയുന്നത് നമ്മുടെ മധ്യകാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ മിഡീവൽ കേരളത്തിലെ വ്യാപാര രീതികൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് നമ്മളിനി നോക്കാം. സോ ഇവിടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണത്? ദി ഗുഡ്സ് എക്സ്പോർട്ടഡ് ഫ്രം കേരള ആൻഡ് ദി ഗുഡ്സ് ഇമ്പോർട്ടഡ് ടു കേരള അല്ലേ. 2 ലിസ്റ്റുകൾ, 2 കാര്യങ്ങളാണ് ആ ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഈ ചില വസ്തുക്കൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും അല്ലേ. എന്താണത്? എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കയറ്റി അയക്കുന്നൊരു പരിപാടിയാണ് അല്ലേ. നമ്മളിവിടെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം എവിടെയാണോ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ നമ്മൾ വേറെയുള്ള നാടുകളിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എക്സ്പോർട്ടിങ് എന്ന് നമ്മൾ പറയാം. ഇനി അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടിങ്. എന്താണത്? നമ്മൾ വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന എന്ത് സാധനങ്ങളായിക്കോട്ടെ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ നാട്ടിലേക്ക് കൊണ്ട് ഇറക്കുമതി ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇമ്പോർട്ടിങ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ കേരളത്തിലും ഈ മധ്യകാലഘട്ടത്തിൽ ഇതുപോലെ ചില എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഈ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്ത് നാടുകളിലേക്ക് അല്ലെങ്കിൽ രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി അയച്ചിരുന്ന ചില ഗുഡ്സ് ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്നാണ് ഫസ്റ്റ് ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. നോക്കാം നമുക്ക്. ഏതൊക്കെയാണ്? കാർഡമം അല്ലേ. ഒന്നാമത്തേത് എന്താണ്? കാർഡമം. കാർഡമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏലക്കായ, ഏലം അല്ലേ. പിന്നെ ജിഞ്ചർ, ഇഞ്ചി. പിന്നെ പെപ്പർ, കുരുമുളക്. സാൻഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദനം. പിന്നെ ടർമറിക്, മഞ്ഞൾ. പിന്നെ ടീ, തേയില അല്ലേ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്താണ്? എക്സ്പോർട്ടഡ് ഗുഡ്സ് ആണ്. ദാറ്റ് ഈസ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഇതെന്ത് ചെയ്യാണ്? നമ്മൾ ഇവിടെ നിന്ന് വേറെ നാടുകളിലേക്ക് ഇവിടെ നിന്ന് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കയറ്റുമതി എന്ന് പറയുന്നൊരു സമ്പ്രദായം അന്ന് നമ്മുടെ മിഡീവൽ കേരളത്തിൽ ഉണ്ടായിരുന്നു. റൈറ്റ്. ഇനി ദ ഗുഡ്സ് ഇമ്പോർട്ടഡ് ടു കേരള അല്ലേ. ഇനി പുറം നാടുകളിൽ നിന്ന് കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന ചില സാധനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ക്ലേ പോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലേ എന്താണ്? കളിമണ്ണ് അല്ലേ. സോ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചില പാത്രങ്ങൾ, മൺപാത്രങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഫിഷിംഗ് നെറ്റ്സ്, വലകൾ, മീൻ പിടിക്കുന്ന വലകൾ. പിന്നെ സിൽക്ക്, പ്രധാനമായിട്ടും സിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ട്
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, കേരളത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്തു, വേറെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തു. അതാണ് ട്രേഡിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെ സാധനങ്ങളാണ് എക്സ്പോർട്ടഡ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇനി മധ്യകാല കേരളത്തിൽ പുറം നാടുകളുമായുള്ള കച്ചവടം അല്ലേ, ഇവിടെ നിന്ന് പുറത്തേക്കുള്ള എന്താ പറയുക എക്സ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രാദേശിക കച്ചവടവും നമ്മുടെ ഇവിടെ പുരോഗതി പ്രാപിച്ചിരുന്നു മിഡീവൽ കേരളത്തിൽ. ഇനി എന്തൊക്കെ വിഭവങ്ങളാവും നമ്മുടെ ദേശത്തു നിന്നും കൈമാറ്റം ചെയ്തിട്ടുണ്ടാവുക, അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, എന്തൊക്കെയാണ്, ഏലമുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, ചന്ദനമുണ്ട് അല്ലേ, പിന്നെ തേയിലയുണ്ട്, കുരുമുളകുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇനി ഇതുപോലെ പുറം നാട്ടിലെ ഉൽപ്പന്നങ്ങൾ ഇവിടുത്തെ വിപണികളിലും എത്തിയിട്ടുണ്ടാവും. ഏതാണ്, ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, റൈറ്റ്. അതേതൊക്കെയാണ്, കളിമൺ പാത്രങ്ങൾ, ക്ലേ പോട്ട്സ്, മീൻ വലകൾ, ഫിഷിംഗ് നെറ്റ്സ് എന്ന് പറഞ്ഞു നമ്മൾ, പിന്നെ പട്ട് അതായത് സിൽക്ക്, ഇതൊക്കെ എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്ത സാധനങ്ങളാണ്. ഇനി ട്രേഡ് വാസ് carried out through the exchange of goods for goods in the early period. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിൻ്റാണത്. എന്താണ്, നമ്മൾ ഇന്നിപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെ കടകളിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ എങ്ങനെയാണ് സാധാരണ സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത്? നമ്മൾ പൈസ കൊടുക്കുന്നു, ഏതൊക്കെയാണോ വാങ്ങിക്കേണ്ടത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നൊരു കാര്യം. പക്ഷേ ഈ ആദ്യ കാലഘട്ടത്തിൽ ഇങ്ങനെയല്ലായിരുന്നു. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സമ്പ്രദായമായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബാർട്ടർ സിസ്റ്റം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ കേട്ട് കാണും അല്ലേ. എന്താണത്? നമ്മൾ ഒരു സാധനം അങ്ങോട്ട് കൊടുത്തിട്ടാണ് പകരം ഒരു സാധനം ഇങ്ങോട്ട് വാങ്ങിക്കുക. ഓക്കെ, അത് കൊള്ളാം അല്ലേ. ഇപ്പം നമ്മൾക്ക് ഒരു തേങ്ങ വാങ്ങിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ആ തേങ്ങ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് മാങ്ങ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു സിസ്റ്റം ഓഫ് എന്താ പറയുക ഒരു സമ്പ്രദായമാണ് അന്നത്തെ ആദ്യ കാലഘട്ടത്തിലൊക്കെ നിലനിന്നിരുന്നത്. അതാണ് പറഞ്ഞത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ ഗുഡ്സ് അല്ലേ. നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നു, പകരം നമ്മൾ എന്ത് ചെയ്യാണ്, സാധനങ്ങൾ വാങ്ങിക്കുന്നു. നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിന് പകരം ഒരു സാധനം കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുക. പൈസയല്ല അന്ന സമയത്ത് കൊടുക്കുന്നത്. ഓക്കെ, പിന്നീടാണ് എന്താണ് ഈ ഓരോ വളർച്ചകളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. അത് ഇപ്പോഴും നമ്മൾ അങ്ങനെ തുടരുകയാണ് അല്ലേ. ലേറ്റർ ഗുഡ്സ് ബിഗിൻ ടു ബി എക്സ്ചേഞ്ച്ഡ് ഫോർ മണി. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്താലേ നടക്കുകയുള്ളൂ, അല്ലാണ്ട് വേറൊരു സാധനം കൊടുത്ത് ഇപ്പം ആരെങ്കിലും വാങ്ങിക്കുമോ? അതാ ഇല്ല, നോ അല്ലേ. അഞ്ചുവണ്ണം, മണിഗ്രാമം എക്സെട്ര വെയർ എക്സിസ്റ്റഡ് ആസ് ട്രേഡ് ഗ്രൂപ്പ്സ്. അഞ്ചുവണ്ണം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ. എന്താണ്, ഒരു കച്ചവട സംഘമാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെയുള്ള ചില ട്രേഡ് ഗ്രൂപ്പുകളൊക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ഏതൊക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആണ് അഞ്ചുവണ്ണം, അതുപോലെ തന്നെ മണിഗ്രാമം. ദേ ആർ എക്സിസ്റ്റഡ് ആസ് ദി ട്രേഡ് ഗ്രൂപ്പ്സ് അന്നത്തെ കാലഘട്ടത്തിൽ. പിന്നീട് ടാക്സ് ഓൺ ട്രേഡ്, ഇറ്റ് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം ഡ്യൂറിങ് ദിസ് മിഡീവൽ പീരീഡ്. ഓക്കെ, അപ്പോൾ ഈ മധ്യകാലഘട്ടത്തിൽ ഈ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമായി മാറിയത് എന്തായിരുന്നു, ടാക്സ് ഓൺ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ചുങ്കം പിരിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ, കച്ചവട ചുങ്കം. ഇന്നിപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ പാരൻസിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു വീടൊക്കെ പണിത് നമ്മൾ അതിനകത്ത് താമസിക്കുമ്പോൾ നമ്മൾ അതിന് ടാക്സ് കൊടുക്കണം അല്ലേ. പിന്നെ അതുപോലെ നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ അതിന് റോഡ് ടാക്സ് കൊടുക്കണം. ഇപ്പോൾ കടയിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിനും ഉണ്ട് ടാക്സ്, GST അല്ലേ. അപ്പോൾ അങ്ങനെ ഒത്തിരി ടാക്സ് നമ്മളിപ്പോൾ പേ ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും, ശരിയല്ലേ. അപ്പോൾ അന്നത്തെ കാലത്തും എന്തുണ്ടായിരുന്നു, ഈ ടാക്സ് എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം കച്ചവട ചുങ്കം എന്നാണ് അതിനെ പറയാം. ഓക്കെ, സോ ടാക്സ് ഓൺ ട്രേഡ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഇങ്ങനെ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ടാക്സ് പിരിക്കുക എന്നുള്ളൊരു നടപടി ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ടാക്സ് അന്നത്തെ ആളുകളുടെ അവിടുത്തെ പ്രധാന വരുമാന മാർഗമായിട്ട് മാറുകയും ചെയ്തു. ഓക്കെ, കാര്യങ്ങളൊക്കെ തന്നെയാണ്. തുടക്കത്തിൽ കച്ചവടം പ്രധാനമായും സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു അല്ലേ. എന്ത് ചെയ്തു, ഒരു സാധനം വാങ്ങിക്കുമ്പോൾ പകരം ഒരു സാധനം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു ആദ്യത്തെ രീതി. പിന്നീട് എന്ത് ചെയ്തു, നാണയങ്ങൾ നൽകി സാധനങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങി. അഞ്ചുവണ്ണം, മണിഗ്രാം, ഈ പേരുകൾ മറക്കരുത്. തുടങ്ങിയ പേരുകളിൽ എന്തുണ്ടായിരുന്നു, ട്രേഡ് ഗ്രൂപ്പ്സ്, കച്ചവട സംഘങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു. വ്യാപാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ പെരുമാക്കന്മാർ അല്ലേ, അന്ന് അവർ ഭരിച്ചിരുന്നത് പെരുമാൾമാരായിരുന്നു. അപ്പോൾ അവർ ഈ ട്രേഡ് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അല്ലേ, അങ്ങനെയുള്ളൊരു ഇൻകം ഏണിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, ഇതിനെ കുറച്ചും കൂടെ അവർ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, അതിന് വേണ്ടിയിട്ട് പിന്നെയും കൂടുതൽ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി, പക്ഷേ കച്ചവടം കൂടുതൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. ദെൻ കച്ചവട ചുങ്കം, ഞാൻ പറഞ്ഞു ടാക്സ് ഓൺ ട്രേഡ് അല്ലേ, അക്കാലത്തെ പ്രധാന വരുമാന മാർഗമായിട്ട് മാറുകയായിരുന്നു പതുക്കെ. ക്ലിയർ? ഇനി അപ്പോൾ നമ്മൾ വ്യാപാരത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി വ്യാപാരം നടക്കണമെങ്കിൽ എന്ത് വേണം, പ്രധാനമായിട്ടും എന്തായിരിക്കും വേണ്ടുന്നത്,
മാർക്കറ്റ് വേണ്ടേ, അല്ലെങ്കിൽ ഒരു അങ്ങാടി അല്ലേ, അത് വേണം. നമ്മൾ മാർക്കറ്റിൽ പോയിട്ടല്ലേ സാധനങ്ങൾ വാങ്ങാൻ, നിങ്ങൾ പോയിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടി നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ വാങ്ങണമെങ്കിൽ, ഫിഷ് വാങ്ങണമെങ്കിൽ അല്ലേ, അതിനൊക്കെ നിങ്ങൾ മാർക്കറ്റിൽ പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് പോകണ്ട. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ, എല്ലാ സാധനങ്ങളും നമുക്ക് ഒരുമിച്ച് വാങ്ങിക്കാം അല്ലേ. എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും, ശരിയല്ലേ. അപ്പോൾ മാർക്കറ്റുകൾ എന്താണ്, ഒരു പ്രധാന ഒരു സോഴ്സാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ കച്ചവടം നടക്കാനുള്ളൊരു പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സ് മാർക്കറ്റാണ്, ശരിയല്ലേ. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ കൃഷി ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വെക്കുകയാണ്. അപ്പം അതൊക്കെ അറിഞ്ഞു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്ന് മേടിച്ച് നമുക്ക് പൈസയൊക്കെ തന്നു പോകും അല്ലേ. പക്ഷേ ഇതെല്ലാവരും അറിയോ നമ്മുടെ വീട്ടിലിങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടെന്ന്? ഇല്ല. അപ്പം നമുക്ക് എന്താണ്, അതിൻ്റെ വരുമാനം കുറയാണ് അല്ലേ. ഇപ്പം അറിഞ്ഞൊക്കെ വരുന്നവരാണെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളതിങ്ങനെ വെച്ച് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളത് മാറ്റി, പച്ചക്കറിയൊക്കെ ആണെങ്കിൽ അത് ചീത്തായി പോവുകയും ചെയ്യും. അപ്പോൾ അതൊരു ശരിയായൊരു നടപടിയല്ല, ശരിയല്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ വേറൊരു കാര്യം ചെയ്താലോ, നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ കൃഷി ചെയ്ത പച്ചക്കറികളാണെങ്കിൽ എന്താണെങ്കിലും ഇത് നമ്മൾ പുറത്തൊരു മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിക്കും. എന്ത് സംഭവിക്കും? നമ്മൾ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഈ സാധനങ്ങളുടെയൊക്കെ വില നമുക്കൊരാൾ തരും അല്ലേ. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുകയാണ്, ഈ സാധനങ്ങൾ വേറൊരു വിലയ്ക്ക് വിൽക്കുകയാണ്, വേറെ മേടിക്കാൻ വരുന്ന ആളുകൾക്ക് വിറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതല്ലേ കുറച്ചും കൂടെ ലാഭം. നമ്മൾ വേറൊരു കാര്യം അറിയണ്ട അല്ലേ, ഈ സാധനങ്ങൾ ചീഞ്ഞു പോകുമോ അല്ലെ, എത്ര ദിവസം കൊണ്ട് വിറ്റ് പോകും, അതൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട ഒരു കാര്യമല്ല, ശരിയല്ലേ. അപ്പോൾ അതിനെന്ത് വേണം, നമുക്ക് മാർക്കറ്റുകൾ അല്ലെങ്കിൽ എന്ത് വേണം, അങ്ങാടികൾ വളരെ അത്യാവശ്യമാണ്. അപ്പോഴാണ് പിന്നീട് അതിനെക്കുറിച്ച് ആളുകൾ ചിന്തിച്ചത്. സോ മാരിടൈം ട്രേഡ് അറ്റൈൻഡ് ട്രെമൻഡസ് പ്രോഗ്രസ് ഡ്യൂറിങ് ദി മിഡീവൽ പീരീഡ്. അപ്പം മധ്യകാല കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരുന്നത് ഏത് തരത്തിലുള്ള ട്രേഡായിരുന്നു? മാരിടൈം ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്ര വാണിജ്യം അല്ലേ. കപ്പൽ മാർഗം അല്ലെങ്കിൽ കടൽ മാർഗം സാധനങ്ങൾ കൊണ്ടുപോവുകയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തു അല്ലേ. അപ്പം അങ്ങനെയുള്ള സമുദ്ര വാണിജ്യം, അതിനെയാണ് നമ്മൾ മാരിടൈം ട്രേഡ് എന്ന് പറയാം. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തത്, പുരോഗതി, ഡെവലപ്മെൻറ്റ് നടന്നത്. The demand for exported goods will be increased. എന്താണ്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് ഏലം, ഇഞ്ചി, കുരുമുളക് അല്ലെ, ചന്ദനം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ എക്സ്പോർട്ടഡ് ഗുഡ്സിൻ്റെ എന്ത് ചെയ്തു, അതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കാൻ തുടങ്ങി. ആളുകൾ കൂടുതലായിട്ട് ഈ സാധനങ്ങൾ ചോദിക്കാൻ തുടങ്ങി, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ എന്ത് വേണം, ഈ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ തീർന്നു പോയാൽ പറ്റുമോ? അതിന് പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ എക്സ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യണം, കൂടുതൽ അതിൻ്റെ കൃഷി ചെയ്യേണ്ടി വരും, റൈറ്റ്. സോ ദാറ്റ് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ് ഇൻ ദി കൾട്ടിവേഷൻ ഓഫ് ദാറ്റ് എക്സ്പോർട്ടഡ് ക്രോപ്സ് അല്ലേ. അപ്പോൾ ആ എക്സ്പോർട്ട് ചെയ്ത സാധനങ്ങളുടെ കൾട്ടിവേഷൻ നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും, കാരണം അതിൻ്റെ ഡിമാൻഡ് കൂടുവാണല്ലോ. So that cultivated in rural areas and they were exchanged in the markets. Rural areas എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ ഉൾനാടുകൾ അല്ലേ, ഉൾപ്രദേശങ്ങൾ. അപ്പം സാധാരണ ചെയ്തിരുന്ന പ്രദേശങ്ങൾ മാത്രം പോരാ, ഡിമാൻഡ് കൂടുകയാണ്, കൂടുതൽ ക്രോപ്സ് വേണം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഉൾനാടുകളിലും കൂടെയൊക്കെ ഈ കൃഷി വ്യാപിക്കാൻ തുടങ്ങി, എക്സ്പോർട്ടഡ് ഗുഡ്സിൻ്റെ കൾട്ടിവേഷനൊക്കെ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. ദെൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് മാർക്കറ്റ്സ് ഹെൽപ്ഡ് ഇൻ സ്ട്രെങ്തനിങ് ദി ലോക്കൽ ട്രേഡ്. അപ്പോൾ അങ്ങനെ പതുക്കെ ഈ മാർക്കറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെന്തിനു വേണ്ടിയിട്ട് വഴി തെളിച്ചു? നമ്മുടെ ലോക്കൽ ട്രേഡ്, നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കച്ചവടത്തിന് ഒരു പുരോഗതി അല്ലെങ്കിൽ കൂടുതൽ ശക്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാർക്കറ്റുകളാണ് നമ്മളെ കൂടുതലും സഹായിച്ചിട്ടുള്ളത്. Several goods reached the markets in Kerala through land as well as sea trade അല്ലേ. അപ്പോൾ നമുക്ക് കരമാർഗവും സാധനങ്ങൾ എത്തുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ കടൽ മാർഗവും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാധനങ്ങളൊക്കെ എത്തുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കാനും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ കരയിലൂടെയും ഉണ്ട് എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ്, അതുപോലെ തന്നെ എന്താ പറയുക സീയിലൂടെയും എന്താ പറയുക നമ്മുടെ സീ ട്രേഡ് വഴിയും നമ്മുടെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൈമാറുന്നുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഒരു അങ്ങാടിയുടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് അല്ല. അപ്പം അന്നത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നൊരു ഇമേജാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആളുകൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നു അല്ലേ, അതിനെ വേറെ ആളുകൾ വന്ന് അത് മേടിക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു, ഒരു സാധനം വാങ്ങുമ്പോൾ പകരം ഒരു സാധനമാണ്, പിന്നീടാണ് പൈസ കൊടുത്ത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങിയത്. അക്കാലത്ത് സമുദ്ര വാണിജ്യത്തിൽ വലിയ പുരോഗതിയാണ് ഉണ്ടായത്. മാരിടൈം ട്രേഡ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളുടെ ആവശ്യം കൂടുതൽ, ഡിമാൻഡ് വന്നു അതിന്. ദെൻ ഉൾനാടുകളിലും നമ്മൾ എന്ത് ചെയ്തു, ഈ കൃഷി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി, കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിച്ചു. ദെൻ ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അങ്ങാടികളിൽ കൊണ്ടുവന്ന് കൈമാറ്റം ചെയ്തു. മാർക്കറ്റിൽ വെച്ചിട്ടാണ് ഇതെല്ലാം എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ആളുകൾ മേടിക്കുന്നതും കാര്യങ്ങളൊക്കെ നടക്കാം. ദെൻ അങ്ങാടികളുടെ വളർച്ച പ്രാദേശിക കച്ചവടത്തെ കൂടുതൽ എന്ത് ചെയ്തു, ശക്തി പ്രാപിക്കാനായിട്ട് സഹായിച്ചു, ലോക്കൽ ട്രേഡിനെ ഹെൽപ്പ് ചെയ്തു.
ഇതിന് വേണ്ടിയിട്ടുള്ള ചില മാർക്കറ്റുകളും മേജർ പോർട്സും ആണ് കൊടുത്തിട്ടുള്ളത്. അന്ന് ഈ മിഡീവൽ കേരളത്തിൽ ഡെവലപ്പ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട അങ്ങാടികൾ ഏതൊക്കെയായിരുന്നു, എവിടെയൊക്കെയായിരുന്നു അങ്ങാടികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ലിസ്റ്റിൽ. എവിടെയൊക്കെയാണ്? അനന്തപുരം, അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായിനി, ഈ പ്രദേശങ്ങളിലൊക്കെ ആയിരുന്നു അന്നത്തെ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ, അങ്ങാടികൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ. ഇനി പോർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുറമുഖങ്ങളാണ് അല്ലേ. എന്താണ് അതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് പോർട്സിൻ്റെ ഇമ്പോർട്ടൻസ്? പോർട്സ് എന്ന് പറഞ്ഞാൽ തുറമുഖങ്ങൾ അല്ലേ. എന്താണത്? ഞാൻ പറഞ്ഞു, നമ്മളെ ലാൻഡ് വഴിയുള്ള ട്രേഡ് മാത്രമല്ല നമ്മൾ പ്രൊമോട്ട് ചെയ്തത് അല്ലേ. എങ്ങനെയാണ്? സീ ട്രേഡും നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ കപ്പൽ വഴിയും ബോട്ട് വഴിയൊക്കെ വരുന്ന സാധനങ്ങളെയും നമുക്ക് വാങ്ങിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് വേണം? തുറമുഖങ്ങൾ വേണം. എന്നാലല്ലേ ഈ കപ്പലിനും ഷിപ്പിനൊക്കെ വന്ന് ബോട്ടുകൾക്കൊക്കെ വന്ന് അടുക്കാൻ പറ്റുള്ളൂ. ഷിപ്പിന് പ്രധാനമായിട്ട് ഷിപ്പുകൾക്കൊക്കെ വന്ന് നമ്മുടെ കരയോട് അടുക്കണമെങ്കിൽ അവിടെ ഒരു തുറമുഖം, ഒരു പോർട്ട് വേണം ശരിക്കും. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത മേജർ പോർട്സ് ആണ് ഏതൊക്കെ? കൊല്ലം ഉണ്ടായിരുന്നു, കൊച്ചി, കോഴിക്കോട്, പിന്നെ വളപ്പട്ടണം. നമ്മൾ ആ നേരത്തെ ഒരു മാപ്പ് കാണിച്ചില്ലേ കേരളത്തിൻ്റെ, ആ മാപ്പിലും ഈ പ്രദേശങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ മേജർ പോർട്സും മാർക്കറ്റ്സും. ഇനി ഈ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ് 15th സെഞ്ച്വറിയിൽ കോഴിക്കോട് നടന്നിട്ടുള്ളൊരു വ്യാപാരം. അതിനെക്കുറിച്ചിട്ട് മഹ്വാൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് ട്രാവലർ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, നമ്മളിപ്പോൾ നോക്കാം. സോ ആസ് എ ഷിപ്പ് ക്യാരിയിങ് ഗുഡ്സ് ഫ്രം ചൈന അറൈവ്സ് അറ്റ് ദി പോർട്ട്, Shabandar Koya, the king representative and a broker, board ship and list the goods. A suitable day is opted to fix the prices of the goods. Priority was given to the silk clothes. എന്താ പറഞ്ഞേക്കുന്നത്? അതായത് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചൈനയിൽ നിന്നും വരുന്ന ഒരു എന്താ പറയുക ഷിപ്പാണ്. സോ ദ ഷിപ്പ് ക്യാരിയിങ് ഗുഡ്സ് ഫ്രം ചൈന ദാറ്റ് അറൈവ്സ് അറ്റ് ദി പോർട്ട്, നമ്മുടെ തുറമുഖത്തേക്ക് വന്ന് അടുക്കുകയാണ്. വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അതിനകത്ത് ശബന്തർ കോയ, അതുപോലെ തന്നെ ഒരു ബ്രോക്കർ. ശബന്തർ കോയ എന്ന് പറഞ്ഞാൽ ആരുമല്ല, നമ്മുടെ കിങ്ങിൻ്റെ ഭരണാധികാരിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ഈ ശബന്തർ കോയ എന്ന് പറയാം. അദ്ദേഹം ഉണ്ടാവും, ഒരു ബ്രോക്കറും ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ അവരാണ് ഇതിൽ വന്ന് ഇറങ്ങുക. എന്നിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഗുഡ്സ് ഉണ്ടല്ലോ, ഐറ്റംസ്, ഇതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് അവർ തയ്യാറാക്കും. എന്നിട്ട് ഈ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് ഇതിനെല്ലാത്തിനും അവർ ഓരോരോ പ്രൈസ് നിശ്ചയിക്കും. എന്തൊക്കെയാണ് ഓരോന്നിൻ്റെയും വില, ആ ഒരു വില വിവര പട്ടിക അതവർ ഉണ്ടാക്കും. എന്നിട്ട് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡേ ഇറ്റ് ഇസ് ഓപ്റ്റഡ് ടു ഫിക്സ് ദി പ്രൈസസ് ഓഫ് ദി ഗുഡ്. ഇതിനൊക്കെ വില നിശ്ചയിച്ചത് എന്താ പറയുക പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ദിവസം, ഒരു തീയതിയും കൂടെ അവർ ആ സമയത്ത് പറയും. ദെൻ പ്രയോറിറ്റി വാസ് ഗിവൺ ടു ദി സിൽക്ക് ക്ലോത്ത്. ഈ പട്ടുവസ്ത്രങ്ങൾക്കാണ് അവർ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, മുൻഗണന കൊടുത്തിരുന്നത് പട്ടുവസ്ത്രങ്ങൾക്കാണ്. ഇനി വൺസ് ദി പ്രൈസസ് ആർ ഫിക്സ്ഡ്, അപ്പോൾ അവർ പ്രൈസ് ഫിക്സ് ചെയ്യാണല്ലോ. അപ്പം ഒരിക്കൽ അവർ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ദേ ടേക്ക് എ വോ ദാറ്റ് prices of the goods will not be exchanged or will not be changed under any of the circumstances. ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഈ നിശ്ചയിച്ച വില അതിൽ നിന്ന് ഒരു മാറ്റവും വരാൻ പാടില്ല. അങ്ങനെ ഒരു പ്ലെഡ്ജും കൂടെ അവരെടുക്കും. കാരണം അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോന്നിൻ്റെയും വിലയൊക്കെ നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തൊരു സാഹചര്യം വന്നാലും ഈ വിലയിലൊന്നും ഒരു മാറ്റവും വരുത്താൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പ്രതിജ്ഞ, ഒരു പ്ലെഡ്ജ് അവർ ആ സമയത്ത് എടുക്കും. Thus the goods were exchanged for the price fixed by the ദല്ലാൾ. ദല്ലാൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കേട്ട് കാണും, ബ്രോക്കർമാരെയാണ് ദല്ലാൾസ് എന്ന് പറയാം. അപ്പം ഈ പ്രൈസ് ഫിക്സ് ചെയ്തൊരു പ്രൈസ് ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. അപ്പോൾ ഇത് മഹ്വാൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് ട്രാവലർ അദ്ദേഹം കണ്ടിട്ടുള്ളൊരു കാര്യത്തിൽ നിന്നായിരിക്കും അദ്ദേഹം ഇങ്ങനൊരു കാര്യം നമുക്ക് പറഞ്ഞു തന്നേക്കുന്നത് അല്ലേ. കോഴിക്കോട് നടന്നൊരു വ്യാപാരത്തിൻ്റെ ഒരു എന്താ പറയുക ചെറിയൊരു ഭാഗമാണ് അദ്ദേഹം നമുക്ക് വിവരിച്ച് തന്നത്. സോ 15ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ മഹ്വാൻ എന്ന ചൈനീസ് സഞ്ചാരി കോഴിക്കോട് തുറമുഖത്തെയും അവിടുത്തെ കച്ചവടത്തെ പറ്റിയും വിവരിച്ചതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? ചൈനയിൽ നിന്ന് ഒരു കപ്പലെത്തുമ്പോൾ രാജാവിൻ്റെ പ്രതിനിധിയായ ആരാണ്? ശബന്തർ കോയയുണ്ട് അല്ലേ. ശബന്തർ കോയയും ഒരു ദല്ലാളും ഈ കപ്പലിൽ വന്നെത്തും. കപ്പലിലെ വസ്തുക്കളുടെ ഒരു പട്ടിക അവർ തയ്യാറാക്കി ചരക്കു വില കണക്കാക്കാനായിട്ട് ഒരു ദിവസവും അവർ നിശ്ചയിക്കും. ഓരോന്നിൻ്റെയും വില നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് അവർ ഡേറ്റും കൂടെ ആ സമയത്ത് പറയും. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്തിനായിരുന്നു? പട്ടുവസ്ത്രങ്ങൾക്കാണ് അല്ലേ, സിൽക്ക് ക്ലോത്തുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കൊടുത്തത്. വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതിജ്ഞ എടുക്കും, ഒരു പ്ലെഡ്ജ് എടുക്കും അവർ. എന്തായിരുന്നു അത്? നിങ്ങളുടെ ചരക്കുകളുടെ വില ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു, ഒരു കാരണവശാലും അതിൽ മാറ്റങ്ങൾ വരുത്താൻ പാടുള്ളതല്ല എന്നൊരു പ്രതിജ്ഞയെടുക്കും. സോ ഇങ്ങനെ ദല്ലാൾമാർ ഉറപ്പിക്കുന്ന വിലയ്ക്കാണ് ഈ വസ്തുക്കളൊക്കെ എന്ത് ചെയ്തിരുന്നത്? എക്സ്ചേഞ്ച് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്.
ഇനി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നൊരു കാര്യമാണ് മണിപ്രവാള കൃതികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലേ. ചില പണ്ടത്തെയൊക്കെ ചില കൃതികളൊക്കെ മണിപ്രവാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മണിപ്രവാളം നോക്കാം. A new style of language, ഒരു ലാംഗ്വേജ് ആണ്. A new style of language which is evolved during the medieval period. ഓക്കെ, മധ്യകാലഘട്ടത്തിൽ ഇവോൾവ് ചെയ്ത ഒരു പുതിയൊരു സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് ആയിരുന്നു എന്താ ഈ മണിപ്രവാളം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ മിക്സ്ചർ ഓഫ് സാൻസ്ക്രിറ്റ് ആൻഡ് ഓൾഡ് മലയാളം. ഓക്കെ, അപ്പോൾ സംസ്കൃതം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം ചിലരൊക്കെ ഇപ്പോഴും ചെറിയ ക്ലാസ്സുകളിൽ സംസ്കൃതമൊക്കെ പഠിക്കാറുണ്ട് അല്ലെ. മലയാളത്തിൻ്റെ കൂടെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ സംസ്കൃതം പഠിക്കാറുണ്ട്. അപ്പോൾ സംസ്കൃതത്തിൻ്റെയും പഴയ ഒരു മലയാളം, ഓൾഡ് മലയാളം ലാംഗ്വേജിൻ്റെയും കൂടെ ഒരു മിക്സ്ചറാണ് ആക്ച്വലി ഈ മണിപ്രവാളം എന്ന് പറയുന്ന ലാംഗ്വേജ്. Several literary works were written in this style during this period. ഒത്തിരി സാഹിത്യ കൃതികളൊക്കെ ഈ ഒരു എന്താ പറയുക ലാംഗ്വേജിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉണ്ണുനീലി സന്ദേശം. കേട്ടിട്ടുണ്ടോ? ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു ലിറ്റററി വർക്കാണ്. ഇറ്റ് വാസ് എ പോയം വിച്ച് ഇസ് റിട്ടൺ ഇൻ ദിസ് മണിപ്രവാളം ലാംഗ്വേജ്. ഈ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളൊരു കൃതിയാണ് എന്താ ഉണ്ണുനീലി സന്ദേശം. ഓർത്തിരിക്കുക കേട്ടോ. മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് ഒരു ഭാഷാശൈലി രൂപം കൊണ്ടു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മണിപ്രവാള രീതി എന്ന് പറയുന്നത്. നിരവധി ഗ്രന്ഥങ്ങളൊക്കെ ഈ ഭാഷാശൈലിയിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ലാംഗ്വേജ്, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡിനെ കുറിച്ച് പറഞ്ഞു, മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. പിന്നെ അന്ന് ഉണ്ടായിരുന്ന ഭരണമൊക്കെ നടത്തിയിരുന്ന പെരുമാൾമാരെ കുറിച്ച് പറഞ്ഞു, പ്രദേശങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ പോകുന്നത് ഈ മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന ലാംഗ്വേജസ്, പ്രധാന ഭാഷകൾ, പിന്നെ നമ്മളുടെ ആർട്ട് ഫോംസ്. ഓക്കെ, കലാരൂപങ്ങളുണ്ടല്ലോ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്, നല്ല എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആർട്ട് ഫോംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ലിറ്ററേച്ചർ. ഓക്കെ, സാഹിത്യപരമായിട്ടുള്ള ബുക്കുകളും അങ്ങനെയുള്ള നോളജ് കാര്യങ്ങളൊക്കെ നോക്കാം. കേരള ഇസ് നോൺ ആസ് മലയാള ദേശം. ഓക്കെ, നമ്മൾ കേരളത്തെ നമ്മുടെ മലയാള ദേശം എന്നാണ് വിളിക്കുക. കാരണം എന്താണ്? നമ്മുടെ ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. ശരിയല്ലേ? നമ്മൾ കേരളത്തിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ്? മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ്. കറക്റ്റ്. അപ്പോൾ ഇനി നമ്മൾ വേറെ സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പം തമിഴ്നാട്ടിലൊക്കെ പോയി കഴിയുമ്പോൾ അവർ തമിഴാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കന്നഡ യൂസ് ചെയ്യുന്നവരുണ്ട്, പിന്നെ ചിലർ ഗുജറാത്തി ലാംഗ്വേജ് സംസാരിക്കുന്നവരുണ്ട് അല്ലേ, മറാത്തി ഉണ്ട്, അങ്ങനെ പല ലാംഗ്വേജസ്. പിന്നെ മേജറായിട്ടും ഹിന്ദിയാണ്. അപ്പം ഇന്ത്യയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും ഹിന്ദി യൂസ് ചെയ്യുന്ന ആളുകളാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ കുറച്ച് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. സോ കേരളം എങ്ങനെയാണ്? മലയാള ദേശം എന്നാണ് അറിയപ്പെടുന്നത്. ബിക്കോസ് ഓഫ് ദി ലാംഗ്വേജ്. മലയാളമാണ് ഇവിടുത്തെ ആളുകൾ യൂസ് ചെയ്യുന്ന മേജർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. റൈറ്റ്. ദെൻ മലയാളം ഹാസ് ഇവോൾവ് ഫ്രം തമിഴ്. ഓക്കെ, തമിഴ് എന്ന് പറയുന്ന ഭാഷയുണ്ടല്ലോ, ആ തമിഴിൽ നിന്നാണ് ആക്ച്വലി മലയാളം രൂപപ്പെട്ടതെന്നാണ് ആക്ച്വലി കരുതപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണ് വിചാരിക്കുക. ദെൻ സാൻസ്ക്രിറ്റ് ഓൾസോ ഹാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ദി ഡെവലപ്മെന്റ് ഓഫ് മലയാളം. ഓക്കെ, അപ്പോൾ അതുപോലെ തമിഴിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സംസ്കൃത ഭാഷയുണ്ടല്ലോ സാൻസ്ക്രിറ്റ്, അതും എന്ത് ചെയ്തിട്ടുണ്ട്? മലയാള ഭാഷയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടെന്ന് പറയാം. Then the earliest record of the language is an inscription dated to approximately 830 CE. ഓക്കെ, അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 830 CE ഒക്കെ ടൈമിൽ അന്ന് എഴുതപ്പെട്ടിട്ടുള്ള ചില ഇൻസ്ക്രിപ്ഷൻസിലാണ് നമ്മുടെ ലാംഗ്വേജിൻ്റെ ഏർലിയസ്റ്റ് റെക്കോർഡ് ഓഫ് ലാംഗ്വേജ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ റെക്കോർഡ്സ് നോക്കിയാലാണ് നമുക്കത് മനസ്സിലാവുന്നത് ഏത് ലാംഗ്വേജ് ആണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ദെൻ വട്ടെഴുത്ത് ആൻഡ് കോലെഴുത്ത് വേർ ദി സ്ക്രിപ്റ്റ്സ് യൂസ് ടു റൈറ്റ് ഓൾഡ് മലയാളം. ഓക്കെ, നമ്മൾ നേരത്തെ ചെപ്പേടുകളുടെ കോപ്പർ പ്ലേറ്റ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വട്ടെഴുത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതിനകത്ത് യൂസ് ചെയ്തിരുന്ന പ്രധാന ലാംഗ്വേജ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്തിലാണ്? വട്ടെഴുത്താണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമുക്കത് ഫെമിലിയർ ആണ്. ഇനി ഒരു ടേം കൂടെ പറയുന്നുണ്ട്, എന്താണ്? കോലെഴുത്ത്. ഓക്കെ, അപ്പോൾ ഈ വട്ടെഴുത്ത്, കോലെഴുത്ത് പോലെയുള്ള ചില സ്ക്രിപ്റ്റ്സ് ആണ് നമ്മുടെ പഴയ മലയാളം ലാംഗ്വേജ് എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതെന്നാണ് പറയാം. ഓക്കെ, സോ മലയാളം തമിഴിൽ നിന്നാണ് രൂപപ്പെട്ടതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ദെൻ സംസ്കൃതവും മലയാള ഭാഷയുടെ വികാസത്തിന് ഒരുപാട് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. വട്ടെഴുത്ത്, കോലെഴുത്ത് പോലെയുള്ള ലിപികളിലാണ് പഴയ മലയാളം കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നത്. വട്ടെഴുത്തും കോലെഴുത്തും ഓർത്തിരിക്കുക, രണ്ട് പേരുകൾ. ഇനി മലയാളം ലാംഗ്വേജ് നമുക്കറിയാം, നിങ്ങളിപ്പോൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 1ാം ക്ലാസ് മുതൽ നിങ്ങൾ 6ാം ക്ലാസ് വരെ പഠിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ഒത്തിരി പോയംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. പല കഥകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ. അപ്പം ഈ ലാംഗ്വേജ്, മലയാളം ലാംഗ്വേജിൻ്റെ കോൺട്രിബ്യൂഷൻസ്, അതാണ് നമ്മൾ നോക്കുന്നത്. ആരൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കാം. നമുക്ക്
കൃഷ്ണഗാഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കൃഷ്ണഗാഥ എന്ന് പറയുന്നൊരു പോയമാണ് ആക്ച്വലി. അത് എഴുതിയിട്ടുള്ളത് ചെറുശ്ശേരി എന്ന് പറയുന്ന അദ്ദേഹമാണ്. ഓക്കെ, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്നാണ് അറിയപ്പെടുക. പിന്നെ അതുപോലെ തന്നെ രാമായണം കേട്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങളുടെ അമ്മമാരൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും രാമായണം. സോ അതിൽ തന്നെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടുണ്ട്, മഹാഭാരതം കിളിപ്പാട്ടുമുണ്ട്. രാമായണവും മഹാഭാരതവും ഇത് രണ്ടും രചിച്ചിട്ടുള്ളത് ആരാണ്? എഴുത്തച്ഛനാണ്, തുഞ്ചത്ത് എഴുത്തച്ഛൻ. ദെൻ തുള്ളൽ കൃതികൾ, തുള്ളൽ ലിറ്ററേച്ചർ ഒക്കെ രചിച്ചിട്ടുള്ളത് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ് അല്ലെ? കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രത്യേക ഭാഷയാണ് അറബി മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, മലയാളവും അറബിയും ഒക്കെ ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു ഭാഷയാണ്, ഈ ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് ആണ് അറബി മലയാളം. അപ്പൊ അങ്ങനെ അറബി മലയാളത്തിൽ രചിച്ചിട്ടുള്ള ഒരു കൃതിയാണ് മുഹീദ്ദീൻ മാല എന്ന് പറയുന്നത്, വിച്ച് ഈസ് റിട്ടൺ ബൈ ഖ്വാസി മുഹമ്മദ്. അത് 17th സെഞ്ചുറിയിലാണ് ഖ്വാസി മുഹമ്മദ് ഈ ഒരു മുഹീദ്ദീൻ മാല എന്ന് പറഞ്ഞ കൃതി രചിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അർണോസ് പാതിരി, അത് 18th സെഞ്ചുറിയിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു കൃതിയാണ് പുത്തൻ പാന. ഓക്കെ, പിന്നെ അതുപോലെ ഇതിപ്പോൾ നമ്മൾ പ്രധാനമായിട്ടുള്ള ചില കൃതികളും അതിൻ്റെ രചയിതാക്കളുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ എന്താണ്, പല പല പാട്ടുകൾ, പോയംസ് ഉണ്ട്. വടക്കൻ പാട്ടുണ്ട്, തെക്കൻ പാട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ പല തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ പാട്ടുകൾ, അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി നമ്മൾ ഈ നാടൻ പാട്ടുകൾ, കൃഷിപ്പാട്ടുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒത്തിരി ഒത്തിരി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് മാത്രമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കുക, പ്രധാനപ്പെട്ടിട്ടുള്ള മലയാളം ലാംഗ്വേജിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ കൃഷ്ണഗാഥ വായിച്ചാലും അതുപോലെ ഇപ്പോൾ രാമായണം മഹാഭാരതം ഒക്കെ വായിച്ചാലും അതിലുള്ള ലാംഗ്വേജ് വളരെ കട്ടിയാണ് അല്ലേ? നമ്മളത് മനസ്സിലാക്കി എടുക്കണം ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള ലാംഗ്വേജ് ഒക്കെ എന്താണ്, നമ്മുടെ മലയാള ഭാഷയെ കുറച്ചും കൂടെ ശക്തി പ്രാപിക്കാൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, പിന്നെ എഴുത്തച്ഛൻ്റെ രാമായണം മഹാഭാരതം കിളിപ്പാട്ടുകളാണ്, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളൊക്കെ. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്തു, മലയാള ഭാഷയുടെ വികാസത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, വഴി തെളിയിച്ചിട്ടുണ്ട്. പിന്നെ 17ാം നൂറ്റാണ്ടിൽ ഖ്വാസി മുഹമ്മദ് എന്ന് പറയുന്ന ആൾ രചിച്ചിട്ടുള്ള അറബി മലയാളത്തിലാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത്. ആ കൃതിയുടെ പേരാണ് മുഹീദ്ദീൻ മാല. അതുപോലെ തന്നെ 18ാം നൂറ്റാണ്ടിൽ അർണോസ് പാതിരി രചിച്ചിട്ടുള്ള പുത്തൻ പാന എന്ന് പറയുന്നൊരു കൃതി. ഇതൊക്കെ എന്ത് ചെയ്തു, മലയാള ഭാഷയുടെ പുരോഗതിക്ക് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇതിന് പുറമെയാണ് ഞാൻ പറഞ്ഞത് ഏതൊക്കെ, വടക്കൻ പാട്ടുകളുണ്ട്, തെക്കൻ പാട്ടുകളുണ്ട്, പിന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട തൊഴിൽ പാട്ടുകൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, മലയാള ഭാഷയെ പിന്നീട് കൂടുതൽ ജനകീയമാക്കി. അപ്പോൾ മറ്റേതൊക്കെ എന്താ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കട്ടിയുള്ള മലയാളം ഭാഷയാണ്. ഇപ്പം എഴുത്തച്ഛൻ്റെയും കുഞ്ചൻ നമ്പ്യാരുടെയും ചെറുശ്ശേരിയുടെ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഈ തൊഴിൽ പാട്ടുകൾ, പിന്നെ തെക്കൻ പാട്ട്, വടക്കൻ പാട്ട് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ആളുകൾക്ക് പാടാനും രസിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. ആശയങ്ങൾ പെട്ടെന്ന് നമുക്ക് വിനിമയം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എന്താണ്, കൂടുതൽ ജനകീയമാക്കിയാണ് ചെയ്തത് മലയാള ഭാഷയെ. ജനകീയമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയാണ്, കൂടുതൽ ആളുകൾ അതിനെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ മലയാള ഭാഷ ആസ്വദിക്കാനായിട്ട് തുടങ്ങി. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, ലാംഗ്വേജിന്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു ആർട്ട് ഫോംസ് അല്ലേ. നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്താണ്, കലാരൂപങ്ങൾ. നിങ്ങളിപ്പം പല രീതിയിലും സ്കൂളുകളിലും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് പരിപാടികളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. ഒപ്പന കളിക്കുന്നവരുണ്ട് അല്ലേ, മാർഗം കളി, തിരുവാതിര അല്ലേ, അങ്ങനെ പല പല ഡാൻസ് ഫോമുകൾ, അതുപോലെ തന്നെ പല രീതിയിലുള്ള പാട്ടുകൾ അല്ലേ, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആണ്. അപ്പം ആർട്ട് ഫോംസിനെ കുറിച്ച് പറയുമ്പോൾ ഇതുമൊക്കെ ആയിട്ട് കുറച്ചും കൂടെ മുന്നിലേക്ക് നമ്മൾ വരികയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ കലാരൂപങ്ങളെക്കാൾ കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 രീതിയിലാണ് നമുക്ക് ആർട്ട് ഫോംസ് വരുന്നത്. ഏതൊക്കെയാണ്, ഒന്ന് ടെമ്പിൾ ആർട്സ്, പിന്നെ ഒന്നാണ് റിച്വൽ ആർട്സ്. അപ്പം ഇതിലെ ടെമ്പിൾ ആർട്സ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രകലകൾ എന്നാണ് പറയാം മലയാളത്തിൽ. ഓക്കെ, ക്ഷേത്രകലകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ട് അതിൻ്റെ ഏരിയാസ് അല്ലെങ്കിൽ അതിൻ്റെ കൂത്തമ്പലങ്ങളിലൊക്കെ അരങ്ങേറുന്ന ഒരു കലാരൂപം, അതാണ് ക്ഷേത്രകല അല്ലെങ്കിൽ ടെമ്പിൾ ആർട്ട് നമ്മൾ പറയാം. അമ്പലത്തിനകത്ത് തന്നെയായിരിക്കും ഇത് നടക്കുക. പിന്നെ റിച്വൽ ആർട്സ് എന്ന് പറഞ്ഞാൽ അനുഷ്ഠാന കലകൾ എന്നാണ് പറയാം. അതായത് ഏതെങ്കിലും ഒരു രീതിയിൽ എന്താ പറയുക, ഇപ്പം ഈ തെയ്യം, അതുപോലെ തന്നെ കളംപാട്ട്, അങ്ങനെ അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കലാരൂപങ്ങളുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാന്ന്. ടെമ്പിൾ ആർട്സ് ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്, കൂത്ത്, കൂടിയാട്ടം, കഥകളി കണ്ടിട്ടുണ്ടാവും അല്ലെ, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ടി വിയിലൊക്കെ കാണിക്കാറുണ്ട് ഇപ്പോൾ. സോ കൂത്ത്, കൂടിയാട്ടം, കഥകളി ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ എന്താണ്, ദേ വെയർ സ്റ്റേജ്ഡ് ഇൻ കൂത്തമ്പലം അറ്റാച്ച്ഡ് ടു ദി ടെമ്പിൾസ്. അപ്പം ഈ ക്ഷേത്രങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂത്തമ്പലങ്ങളിൽ, ക്ഷേത്രത്തിനകത്തുള്ള കൂത്തമ്പലങ്ങളിലാണ് ഈ കലാരൂപങ്ങൾ എന്ത് ചെയ്യുന്നത്, അരങ്ങേറുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഈ കലാരൂപങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, ടെമ്പിൾ ആർട്സ് അല്ലെങ്കിൽ ക്ഷേത്രകലകൾ എന്ന് പറയാം. ഓക്കെ, ക്ഷേത്രകലകളാണ് കേട്ടോ. കൂത്ത്,
കൂടിയാട്ടം, കഥകളി. എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്, ഏതൊക്കെയാണ് ക്ഷേത്രകലകൾ, അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക. അടുത്തതാണ് എന്താ, റിച്വൽ ആർട്സ്. ഞാൻ പറഞ്ഞു അനുഷ്ഠാന കലകളാണ് അല്ലേ. ഏതൊക്കെയാണ്? തെയ്യം, തിറ, ദെൻ കളംപാട്ട്. ഓക്കെ, തെയ്യം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതുപോലെ തന്നെ തിറ കണ്ടു കാണാൻ സാധ്യതയില്ല, വളരെ എന്താ പറയുക, അധികം അങ്ങനെ ആളുകൾ കാണുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കലാരൂപം അല്ല തിറ. പിന്നെ കളംപാട്ട്, അത് ചിലപ്പോൾ കണ്ടു കാണും ഈ അമ്പലങ്ങളിലും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കാവുകളിലൊക്കെ ഇല്ലേ സാക്രഡ് ഗ്രൂപ്പ്സ്, അവിടെയൊക്കെ ചിലപ്പോൾ ഇതുപോലെയുള്ള കളംപാട്ടുകൾ ഇങ്ങനെ രൂപങ്ങളൊക്കെ വരച്ച് അതുമായിട്ട് ഈ മറ്റേ ഇതൊക്കെ തൂക്കിയിട്ട് ആളുകൾ ഈ തുള്ളലൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ. അപ്പോൾ വെളിച്ചപ്പാട് തുള്ളുന്നതും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ കളംപാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള ചില കലാരൂപങ്ങൾ. സോ ദേ വേ പെർഫോംഡ് ഇൻ സാക്രഡ് ഗ്രൂപ്പ്സ്. സാക്രഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കാവുകളില്ലേ. ഓക്കെ, കാവുകളിലാണ് ഈ പരിപാടികൾ അല്ലെങ്കിൽ ഈ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പ്ലേസസ് ഓഫ് വേർഷിപ്പ്, അതായത് നമ്മൾ ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന, ഇപ്പോൾ ചിലപ്പോൾ അമ്പലം തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു പ്രതിഷ്ഠയൊക്കെ വെച്ചിട്ട് കുറേ ആളുകൾ അതിനെ ആരാധിക്കുന്ന ഒരു സ്ഥലമൊക്കെ ആകാം. അപ്പോൾ അവിടെയും ഇതുപോലെ ചില കലാരൂപങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ദേ വെയർ മോർ പോപ്പുലർ ദാൻ ടെമ്പിൾ ആർട്സ്. അപ്പോൾ ഈ ടെമ്പിൾ ആർട്സിനേക്കാളും കുറച്ചും കൂടെ ജനകീയം അല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞു ജനകീയം എന്നുള്ള വാക്ക്, കുറച്ചും കൂടെ പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ളത് ആരാണ്? ഈ പറയുന്ന റിച്വൽ ആർട്ട് ഫോംസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പിൾ ആർട്സ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടെയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കഥകളി ആണെങ്കിൽ, കഥകളി പിന്നെയും കുഴപ്പമില്ല, ഇപ്പോൾ കൂത്ത് അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്കതിൻ്റെ ആശയം മനസ്സിലാവാൻ നമ്മൾ കുറച്ച് പാടുപെടും. അപ്പോൾ കഥകളിയൊക്കെ ആണെങ്കിൽ എന്താണ് കഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടൊക്കെ നേരത്തെ നമ്മളത് വായിച്ചിട്ടൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും അവരെന്താ കാണിക്കുന്നതെന്ന്, അല്ലെങ്കിൽ നമുക്ക് പിടികിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പക്ഷേ ഈ റിച്വൽ ആർട്ട് ഫോംസ് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ ആളുകൾക്ക് കൂടുതൽ എന്താണ് അറിയുന്നത് കൊണ്ട് കുറച്ചും കൂടെ എന്താണ് പോപ്പുലറൈസ്ഡ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ജനകീയമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം കാവുകളിലും അതുപോലെയുള്ള ആരാധനാലയങ്ങളിലും ഒക്കെ നടത്തപ്പെടുന്ന തെയ്യം, തിറ, കളംപാട്ട് അങ്ങനെയുള്ള കലാരൂപങ്ങളെയാണ് നമ്മൾ റിച്വൽ ആർട്ട് ഫോംസ് എന്ന് പറയാം, അനുഷ്ഠാന കലകൾ. അവ ക്ഷേത്രങ്ങളെക്കാൾ അല്ലെങ്കിൽ ക്ഷേത്രകലകളെക്കാൾ കുറച്ചും കൂടെ പോപ്പുലറൈസ്ഡ് ആണ് അല്ലെങ്കിൽ ജനകീയമായിട്ട് ആളുകൾ ആസ്വദിക്കുന്ന ഒന്നാണ്. പിന്നെ അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു, ഏതാണ്? ടെമ്പിൾ ആർട്സും എന്താ പറയുക നമ്മുടെ റിച്വൽ ആർട്സും. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ക്ഷേത്രകലകളും അനുഷ്ഠാന കലകളും. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പന, തിരുവാതിര, മാർഗംകളി അല്ലേ, പിന്നെ ചവിട്ട് നാടകം കണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്ന ചില കലാരൂപങ്ങളാണ്. ഇതെന്ന് പറഞ്ഞാൽ ക്ഷേത്രവുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ബന്ധമില്ല ഇങ്ങനെയുള്ള കലാരൂപങ്ങൾക്ക്. ഇതൊക്കെ കൂടുതലായിട്ടും എന്താണ്, ഓരോ ആളുകളുടെ ഒരു മതവിഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ, റിലീജിയസ് പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില കലാരൂപങ്ങളാണ്. ഇപ്പം മാർഗംകളി ആണെന്നുണ്ടെങ്കിൽ കൂടുതലും ക്രിസ്ത്യൻസിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ചെയ്യുന്നൊരു കലാരൂപമാണ്. നമുക്ക് ചെയ്യാൻ പാടില്ലെന്നല്ല, എല്ലാവർക്കും ചെയ്യാം, എന്നാലും ആ ഒരു റിലീജിയനിലാണ് നമുക്ക് അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് കാണാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഒപ്പന ചെയ്യുന്നവരുണ്ട് അല്ലെ, ഒപ്പന, പിന്നെ അതുപോലെ തന്നെ തിരുവാതിര, പിന്നെ ചവിട്ട് നാടകം, അങ്ങനെ അതെല്ലാം എന്താണ് റിലീജിയസ് പർപ്പസസ് ആ ഒരു രീതിയിൽ വരുന്നതാണ്. നോക്കാം. സോ ഒപ്പന, മാർഗംകളി, ചവിട്ട് നാടകം എക്സെട്ര there are also some other examples of art forms. They are performed in connection with rituals and celebrations of different religious communities അല്ലേ. മതപരമായ ഓരോ ആളുകൾ ഉണ്ടാവുമല്ലോ, ചില മത ഗ്രൂപ്പുകളൊക്കെ, അപ്പോൾ അവരുടെയൊക്കെ എന്തെങ്കിലും ഒരു ആഘോഷത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും ഈ കലാരൂപങ്ങളൊക്കെ അരങ്ങേറുന്നത്. ഓക്കെ, സോ മതവിഭാഗങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒക്കെ ഭാഗമായി നടത്തിയിരുന്ന പല കലകളും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഒപ്പനയുണ്ട്, മാർഗംകളിയുണ്ട്, ചവിട്ട് നാടകത്തിൻ്റെ ഒരു ഇമേജ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദെൻ ഇതൊക്കെയാണ് ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പറയാനായിട്ട് സാധിക്കുന്നത്. ഇനിയാണ് നമ്മൾ നോളജ് എന്താണ്? നമ്മളുടെ അറിവ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ സാഹിത്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നൊരു വാക്കാണ് നമ്മുടെ നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒത്തിരി നമുക്ക് നോളജ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഒത്തിരി ബുക്കുകൾ വായിക്കണം എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ ടീച്ചേഴ്സും നിങ്ങളുടെ പാരൻസൊക്കെ പറയും ഒത്തിരി വായിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? അറിവ് കിട്ടുന്നതെന്ന് പറയും അല്ലേ. അപ്പം നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലിറ്റററി ഫോംസ്, ബുക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മിഡീവൽ കേരളത്തിലും അവൈലബിൾ ആയിരുന്നു. അപ്പം അന്ന് ഉണ്ടായിരുന്ന ചില ബുക്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വേറൊന്നുമല്ല, ശങ്കരനാരായണീയം. ഈ പേരുകൾ ഓർത്തിരിക്കുക കേട്ടോ. ശങ്കരനാരായണീയം, ഇറ്റ്സ് എ ബുക്ക് ഓൺ ആസ്ട്രോണമി. ഓക്കെ, അപ്പോൾ ആസ്ട്രോണമി ബേസ് ചെയ്ത് വരുന്ന ഒരു ബുക്കാണ് ശങ്കരനാരായണീയം എന്ന് പറയുന്നത്. അത് എഴുതിയിരുന്നത് ശങ്കരനാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് അല്ലേ, മാത്തമാറ്റിക്സിൻ്റെ ഫീൽഡിലും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് സമഗ്രാമ മാധവൻ. ഓക്കെ, പിന്നെ അതുപോലെ ആയുർവേദത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അഷ്ടാംഗ ഹൃദയം എന്ന്.
കേട്ടിട്ടുണ്ടോ? സോ അഷ്ടാംഗ ഹൃദയം അത് ആയുർവേദത്തിൻ്റെ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ളൊരു ബുക്കാണ്. അതായത് മെഡിസിൻസ്, പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ, നമ്മുടെ ഡിസീസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള റെമഡീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു വലിയൊരു ബുക്കാണ് അഷ്ടാംഗ ഹൃദയം, ആയുർവേദത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ. അതുപോലെ തന്നെ വേറെ 2 ലിറ്റററി വർക്ക്സ് ആണ് മൂഷകവംശം, അതുപോലെ തന്നെ തുഹാഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന. ഇത് രണ്ടും എന്താണ്? സാഹിത്യകൃതികളാണ്, രചനകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ നോളജിനെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ആ ഒരു മിഡീവൽ കേരളത്തിൽ. ഓക്കെ, ഇനി ശാലകളും പള്ളികളുമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ശാലാസ് എന്താണത്? ദി സെന്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ദ പീരീഡ് വെയർ അറ്റാച്ച്ഡ് ടു ടെമ്പിൾസ്. ഓക്കെ, അതായത് നമ്മുടെ ക്ഷേത്രങ്ങളുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി. ഇപ്പം നമ്മൾ സ്കൂളുകളിലൊക്കെ പോകുന്നു അല്ലേ? സ്കൂളിൽ പോകുന്നു. ഇപ്പം നിങ്ങൾ 6th പഠിക്കുന്നത്, ഇനി നിങ്ങൾ 10th വരെ സ്കൂളുകൾ, അത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഹയർ സെക്കൻഡറി ആയി, പിന്നെ നിങ്ങൾ കോളേജുകളിൽ പോകുന്നു അല്ലേ? അപ്പം അങ്ങനെയുള്ള പഠന സംവിധാനങ്ങളാണ്. അപ്പം അന്നത്തെ കാലത്ത് നമ്മുടെ മിഡീവൽ കേരളത്തിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ഓക്കെ, വിച്ച് ഈസ് അറ്റാച്ച് ടു ടെമ്പിൾസ്, നമ്മുടെ അമ്പലങ്ങളുമായിട്ടൊക്കെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, അതിനെയാണ് എന്ത് വിളിക്കുക? ശാലകൾ എന്ന് വിളിക്കുക. അന്നത്തെ കാലത്ത് അങ്ങനെയാണ് വിളിച്ചിരുന്നത്, ശാല. പിന്നെ പള്ളി എന്ന് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ സെന്റേഴ്സ് അറ്റാച്ച് ടു ബുദ്ധിസ്റ്റ് സെന്റേഴ്സ്. ഓക്കെ, അപ്പം ബുദ്ധിസ്റ്റ് സെന്റേഴ്സുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്തിരുന്നു വരുന്ന വിദ്യാഭ്യാസ സെന്ററുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെയാണ് പള്ളികളെന്ന് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അക്കാലത്തെ വിദ്യാകേന്ദ്രങ്ങൾ ശാലകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എപ്പോഴത്തെയാണ്? മിഡീവൽ കേരളം അല്ലെ, മധ്യകാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അന്നത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ശാലകൾ എന്നാണ് അറിയപ്പെട്ടത്. ഇവ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്, ടെമ്പിൾസുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. പിന്നെ ബുദ്ധകേന്ദ്രങ്ങളോട് ചേർന്ന് ഉള്ള വിദ്യാലയങ്ങൾ, ബുദ്ധകേന്ദ്രങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പള്ളികളെന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാവുന്നത്? മിഡീവൽ കേരളത്തെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഹിസ്റ്ററി പാർട്ടായിട്ട് നിങ്ങൾ പഠിക്കുന്ന എന്തൊക്കെയാണ്? മധ്യകാല കേരളകാലം അല്ലേ, അല്ലെങ്കിൽ ആ കേരളം എന്ന് പറയുന്ന ആ സംസ്ഥാനം എങ്ങനെയൊക്കെ ആയിരുന്നു? ഓക്കെ, എന്തൊക്കെ പ്രദേശങ്ങളാണ് നമുക്കുണ്ടായിരുന്നത്? ഓക്കെ, ആരാണ് ഈ പ്രദേശം ഭരിച്ചിരുന്നത്? പെരുമാൾമാരല്ലേ, നാടുവാഴികളും ബ്രാഹ്മിൻസിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? ഓക്കെ, അപ്പം അങ്ങനെ ഭരണകാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നീട് നമ്മൾ എന്താ പറഞ്ഞത്? ഭരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ് പറഞ്ഞു. എന്താണ്? നാടുവാഴി സ്വരൂപങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഓരോ ചീഫ് ടെയിൻസിന്റെ കീഴിലുള്ള റീജിയൻസ്, അതാണ് സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സ്വരൂപങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ വ്യാപാരം, ട്രേഡിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? പിന്നെ ട്രേഡുകളൊക്കെ വരണമെങ്കിൽ ഏറ്റവും പ്രധാനം എന്താണ്? മാർക്കറ്റ് വേണം. അപ്പോൾ അങ്ങാടികളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, പിന്നെ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഏതൊക്കെ ഗുഡ്സ് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, ഏതൊക്കെ ഗുഡ്സ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അതിനുശേഷമാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞു. മധ്യകാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് എന്താണ്? കേരളത്തിൻ്റെ ലാംഗ്വേജ് എന്താണ്? ഓക്കെ, പിന്നെ ലിറ്ററേച്ചർ, ലിറ്റററി വർക്ക്സ്, ഓക്കെ, മലയാളം ഭാഷയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കുറേ രചയിതാക്കളുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ? അവരുടെ ബുക്കുകളും കൃതികളും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മൾ ആർട്ട് ഫോംസ് പറഞ്ഞു. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് അതായിരുന്നു അല്ലേ? നിങ്ങൾ മാർഗംകളിയുണ്ട്, തിരുവാതിരയും ഒപ്പനയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള കലകൾ ഏതൊക്കെ ഫോംസ് ആണ് അല്ലേ? റിച്വൽ ആർട്സും ടെമ്പിൾ ആർട്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിനുശേഷം ഏറ്റവും അവസാനമാണ് നമ്മൾ നോളജിനെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതും പറഞ്ഞു. അതിനുശേഷം 2 ടേംസ് വരുന്നതാണ് ശാലകളും പള്ളികളും എന്താണെന്ന്. അപ്പോൾ ഇതിനകത്ത്, ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടുന്നത് കുറേ പുതിയ ടേംസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് വട്ടെഴുത്ത്, എന്താണ് കോലെഴുത്ത്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ആരാണ് പെരുമാൾ? ഓക്കെ, അങ്ങനെയുള്ള ചില ടേംസും കാര്യങ്ങളും. ശാലകൾ എന്താണ്? ഓക്കെ, എങ്ങനെയായിരുന്നു മിഡീവൽ കേരളത്തിലെ ട്രേഡ് നടന്നിരുന്നത്, ഏതൊക്കെ രീതിയിലായിരുന്നു? ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതങ്ങനെയുള്ള എസ്സേകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണമെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ബുക്കുകൾ വായിക്കുക. ഓക്കെ, അപ്പം എക്സാം പോയിന്റിന് ഗൈഡ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ നോട്ട്സൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഹെൽപ്പും കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ ആ ഗൈഡും കൂടെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്